Hello, my dear students. So again, we are with the textbook Equipo, English for undergraduates. So now we will move on to Unit 15, that is listening to lectures and talks. Now, once more, I would love to remind you one thing because, as I said previously, these chapters, these are very easy chapters, and these chapters really don't need the aid of a teacher in order to make you understand these things because the points are very clear and they have given the points in about, we can say, in an easily accessible manner. So it's very easy for you to read and understand. And another thing that I would love to remind you that these chapters are not meant for your exam. Nothing will be asked from these sessions for the exam. So then what is the purpose of these chapters? Just for your everyday lives, and in order to aid you through the lives, and to the experiences you will have in your day-to-day life. That's all the purpose of these chapters are. Other than that, as I said, there is not that much purpose for these chapters. Okay, now you take page number 93, page number 93. There you have given the unit 15, that is listening to lectures and ടോക്സ് അല്ലെ, ലെക്ചേഴ്സ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഒരു കോൺഫറൻസിൽ ഒരു ടോക്ക് പ്രസന്റ് ചെയ്യാണ്, അതെങ്ങനെയല്ലേ വൃത്തിയായിട്ട് കേൾക്കണം എന്നുള്ളതാണ്. സോ ആസ് ഐ സെഡ് അല്ലെ, നമുക്ക് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ. ലെക്ചർ കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അല്ലെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ ആ പോയിന്റ്സ് നോട്ട് ചെയ്യും അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. വാട്ട് എവർ മേ ബി അല്ലെ, വി വിൽ ജസ്റ്റ് go to the chapter and understand it once more in order to cement our already existing ideas in our mind. നമുക്ക് ആൾറെഡി ഉള്ള ഐഡിയാസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒന്നും കൂടി ഉറപ്പിക്കാനായിട്ട് നമുക്കൊന്നിത് ജസ്റ്റ് വായിച്ചു വരാം, അത്രേ ആവശ്യമുള്ളൂ. ഓക്കെ, സോ നോക്ക് അവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. A lecture is one of the most important methods of transmitting information or knowledge in academics. So a lecture എന്ന് പറയുന്നത് അല്ലെ എന്താണ്, ലെക്ചറിങ് നടത്തുക എന്ന് പറയുന്നതല്ല, ഒരു അറിവ് പകരുന്ന ഒരു വഴിയാണ് അല്ലെ. പലതരം അറിവ് പകരുന്ന വഴികളുണ്ട് അല്ലെ. സോ സ്കൂളിലാണെങ്കിൽ നമ്മൾ അതിനെ ലെക്ചർ എന്നുള്ളതിനേക്കാൾ ഒരു ചെറിയൊരു ക്ലാസ് എന്നുള്ള രീതിയിലാണ് പറയാ. ഒരു കോളേജ് ലെവലിലോട്ടല്ലേ വരുമ്പോഴാണ് അതെന്താ പറയുന്നത്, ഒരു പ്രൊഫസർ വന്ന് ക്ലാസ് എടുക്കുമ്പോഴാണ് നമ്മൾ എല്ലാത്തിനെ ലെക്ചറിങ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ലെക്ചറർ വന്ന് എടുക്കുന്ന അല്ലെ ഒരു ക്ലാസ്സിനെ നമ്മൾ ലെക്ചറിങ് എന്ന് പറയും. സോ അതല്ല എന്താണ്, ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിവ് അല്ലെ പകരാനുള്ള ഒരു വഴിയാണ് അല്ലെ. As a student, you have to listen to lectures to learn the subjects of your interest or your course of studies. So as student, you might be, what we can say, coming up with the chances where you are forced to, or you can say, you may have to listen to some kinds of different lectures, whether it is according to your interest or not. നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ളതായാലും അല്ലെങ്കിലും അല്ലെ, ചിലപ്പോൾ നമ്മൾ പല ലെക്ചേഴ്സും കേൾക്കാൻ നിർബന്ധിതരാക്കപ്പെടും എന്നുള്ളതാണ് അല്ലെ. ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ പ്രത്യേകിച്ചല്ലേ, ഒരു കോളേജിൽ ഡിഫറെന്റ് സബ്ജക്ട്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിഫറെന്റ് പേപ്പേഴ്സ് അല്ലെ. എല്ലാ പേപ്പറും നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. എവറി പേപ്പേഴ്സ് അല്ലെ മേ നോട്ട് ബി അക്കോർഡിംഗ് ടു അവർ ടേസ്റ്റ്, ബട്ട് വി മൈറ്റ് ബി അല്ലെ മോസ്റ്റ് ഓഫ് ദ ടൈം ഫോഴ്സ്ഡ് ടു ലിസൺ ടു ദോസ് ലെക്ചേഴ്സ് എന്നുള്ളതാണ്. You may also attend seminars and conferences to listen to talks by eminent speakers on specific topics, issues that interest you. So lectures അല്ലെ കേൾക്കുന്നത് ഒരു കാര്യം. പിന്നെ അല്ലെ ടോക്ക്, അതേപോലെ സെമിനാർസിലും അല്ലെ കോൺഫറൻസസിലൊക്കെ ആണെങ്കിലോ അങ്ങനെയുള്ള മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ അല്ലെ നമ്മൾ ലെക്ചേഴ്സ് എന്നതിന് പകരം നമ്മൾ ടോക്ക് എന്നാണ് പറയുക അല്ലെ. അവരുടെ ആ ഒരു സെമിനാർ ടോക്ക് അല്ലെ, ഒരു എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു ടോക്ക് അല്ലെ കേൾക്കേണ്ടി വരും. നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക് ആയിരിക്കാം. യു മേ ഓൾസോ ലിസൺ ടു ലെക്ചേഴ്സ് ഓൺ ടോപ്പിക്സ് ഓഫ് ജനറൽ ഇൻട്രസ്റ്റ് അല്ലെ. സോ ചിലപ്പോൾ നമ്മൾ ജനറൽ ഇൻട്രസ്റ്റുള്ള ഏതെങ്കിലും ഒരു ടോക്ക് അല്ലെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ടല്ലേ കേൾക്കാൻ മനസ്സ് കാണിക്കും എന്നുള്ളതാണ് അല്ലെ. അതിപ്പോ എന്തോ ആവട്ടെ അല്ലെ, നമ്മളെ എന്തോ ജനറൽ ടോപ്പിക് ആണെങ്കിൽ അല്ലെ, ഒന്നുകിൽ റിലീജിയനെ പറ്റിയുള്ള ടോപ്പിക് ആവാം അല്ലെ, അങ്ങനെയുള്ളതൊക്കെ ആവാം.
സോ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ലെക്ചേഴ്സ് അല്ലെങ്കിൽ ടോക്സ് അല്ലെ ഡെയിലി ലൈഫിൽ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന്റെ താഴെ എന്തൊക്കെയാ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, നോക്ക്. How do the purposes mentioned above affect your listening? സോ അല്ലെ നിങ്ങളുടെ അല്ലെ ഒരു കേൾവി, നിങ്ങളല്ലേ ആ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് ആ ഒരു ലെക്ചറിന് അല്ലെങ്കിൽ ടോക്കിന് അല്ലെ, എങ്ങനെയാണ് അത് അല്ലെ എഫക്ട് ചെയ്യുന്നത് നിങ്ങളെ, ആ ഒരു ലെക്ചറിന്റെ അല്ലെ പേർപ്പസ്. Do you listen selectively to get some idea about the topic? Combine selective and intensive listening to get the overall meaning, or listen to intensively to comprehend all the details? So, well, a lecture or what we can say a seminar or a conference can be listened in different ways. നമുക്ക് എന്ത് ചെയ്യാം, വ്യത്യസ്തമായ വഴിയായി എല്ലാവരും അത് കേൾക്കാം. Because a person may not always be moved, because of his interest to listen to it. He may not be that much interested towards listening to those kinds of topics if that topic is not that much pleasing according to his taste. If it is not his cup of tea, he will not be showing the mind to listen to it, and he will be sometimes forcibly sitting there. So listening to talks or lectures will be taken in different ways by people of different interest അല്ലെ. അതാണ് ആളുകളിലെ വ്യത്യസ്തമായ രീതിയിലാണ് ഈ ടോക്കും അല്ലെ ലെക്ചേഴ്സും ഒക്കെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ്. നോക്ക് താഴെ എന്താ കൊടുത്തിട്ടുള്ളത്, listening to lectures effectively അല്ലെ, how to listen to a lecture effectively അല്ലെ, വളരെ ഫലവത്തായിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ലെക്ചർ അല്ലെ കേൾക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ അതിനുള്ള കുറച്ച് ടിപ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ തരാൻ പോകുന്നത്. Let's see what are the tips. Listening to a lecture, irrespective of the purpose, is more intensive than listening to day-to-day situations. സോ ലിസ്ണിംഗ് ടു എ ലെക്ചർ എന്ന് പറയുന്നതല്ലേ, മറ്റുള്ള സംഭാഷണങ്ങൾ എപ്പോഴും അല്ലെ വീട്ടിലൊക്കെ കേൾക്കുന്ന സംഭാഷണം പോലെ നമ്മൾ കെയർലെസ് ആയിട്ട് കരുതേണ്ട ഒരു കാര്യമല്ല. ഒരു ലെക്ചർ കേൾക്കാൻ പോകാന്ന് പറയുമ്പോൾ അല്ലെ ഒരു സീരിയസ് ആയിട്ട് ഇരിക്കണം നമ്മൾ അല്ലെ. വി ഷുഡ് ബി പോയിന്റിങ് അവർ ears very fiercely, then only we can really comprehend it, we can really, what we can say, grasp the points the lecturer really wants to convey through his act of talking to his lecture. Listening to lectures in English, particularly in an academic context, may be quite challenging. So listening to lectures in English, so ഇംഗ്ലീഷിലെ ലെക്ചേഴ്സ് നമുക്ക് മലയാളത്തിലെ ലെക്ചേഴ്സ് അല്ലെങ്കിൽ the lectures in our mother tongue, that will be very easy to understand and grasp, to get to the points we don't be that much struggling. But unlike those kinds of listening, listening a lecture in English, that really takes something more from you, especially if you are just a beginner in English. ഇംഗ്ലീഷിൽ ഒരു തുടക്കക്കാരനാണ് എങ്കിൽ നമ്മൾ അത്ര പെട്ടെന്ന് ചിലപ്പോൾ അയാളുടെ ഒരു ടോക്ക് നമുക്ക് മനസ്സിലാവണമെന്നില്ല ചിലപ്പോൾ ലോങ് സെന്റൻസിലൊക്കെയാണ് അയാൾ പറയുന്നതെങ്കിൽ we will be really struggling to get it to the point. If he happens to use some specific phrases, clauses and such idioms ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളല്ലേ പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യുന്നത് നമുക്ക് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കില്ല. So especially it comes in the English language. Listening to lectures in English, particularly in an academic context, may be quite challenging. അതുകൊണ്ട് തന്നെയല്ലേ ഒരു അക്കാഡമിക് കോണ്ടെക്സ്റ്റിൽ ഒരു ഇംഗ്ലീഷ് ലെക്ചർ കേൾക്കുമ്പോൾ അത് കുറച്ച് ചാലഞ്ചിങ് തന്നെ ആയിരിക്കും കുറച്ച് എന്തായിരിക്കും റഫായിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടാവും കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പ്രയാസമുള്ളത്. There is an overload of information in lectures. So there is an overload of information in lectures. ലെക്ചേഴ്സ് എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കും, വളരെ തിക്കായിട്ടുള്ളതായിരിക്കും. കാരണം നമ്മൾ എപ്പോഴും ഒരു ചാപ്റ്ററിന്റെ മുഴുവനും ഒരു ലെക്ചറർ വന്ന് നമ്മളെ
അല്ലെ നമ്മുടെ മൈൻഡിലേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിക്കില്ല അല്ലെ. എപ്പോഴും മെയിൻ പോയിന്റ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, ഒരു ലെക്ചറർ വന്നിട്ടല്ലേ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കും, ഒരു ഓവർലോഡ് അല്ലെ ആയിരിക്കും. വളരെ തിക്ക് ആയിട്ടുള്ള അല്ലെ വാല്യുബിൾ ആയിട്ടുള്ള പീസസ് ഓഫ് അല്ലെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പീസസ് ഓഫ് ഐഡിയാസ് മാത്രമേ എന്ത് ചെയ്യൂ ഒരു ലെക്ചറർ വന്ന് അല്ലെ കൺവേ ചെയ്യാൻ ശ്രമിക്കുള്ളൂ. അല്ലാണ്ട് അനാവശ്യമായ കാര്യങ്ങളല്ലേ കുറെ പറയുന്ന ഒരു ലെക്ചർ, അത് കേൾക്കുന്നവനും ബോറടിക്കും അല്ലെ. അതെന്താണ്, ഒരു പോയിന്റ്ലെസ് ലെക്ചർ ആയി പോകും അല്ലെ. വി വിൽ ബി അല്ലെ എയിമിങ് ടു ദ പോയിന്റ് അല്ലെ, ടു ദ പോയിന്റ് ലെക്ചർ. സോ അതുകൊണ്ടാണ് അല്ലെ പലപ്പോഴും ലെക്ചർ എന്തായിരിക്കും, ഓവർലോഡ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും. You not only have to comprehend the details, but you also have to take notes for later references and examinations. എന്താ ചെയ്യുക നിങ്ങളെ അല്ലെ, ഞാൻ പറഞ്ഞു അല്ലെ, നമ്മൾ വെറുതെ അങ്ങ് കേട്ടിരിക്കാറില്ല അല്ലെ. എപ്പോഴും ഒരു വിവരമുള്ള അല്ലെ, ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു അല്ലെ, വളരെ കെയർഫുൾ ആയിട്ടുള്ള അല്ലെ, ഒരു കോഷ്യസ് ആയിട്ടുള്ള അല്ലെ, ഉണർവുള്ള ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ അല്ലെ അവരെന്ത് ചെയ്യും, വെറുതെ ഇങ്ങനെ കേട്ടിരിക്കുന്നതിന് പകരം അല്ലെ ഒരു ലെക്ചർ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മള് അല്ലെ ജസ്റ്റ് പോയിന്റ് ചെയ്യും അല്ലെ. കുറച്ച് ലെക്ചർ കേൾക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. You not only have to comprehend the details, but you also have to take notes for later reference in examination. അല്ല ആ ഒരു എക്സാമിനേഷൻ പേർപ്പസിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ ഒന്നുകൂടി അല്ലെ പെട്ടെന്ന് തലയിലോട്ട് ഗ്രാസ്പ് ചെയ്തെടുക്കാനായിട്ടല്ലേ നോട്ട് ചെയ്യാറുണ്ട് മെയിൻ ഐഡിയാസ് എന്നുള്ളത്. If you are not yet a fluent user of the language, you pay too much attention to decoding each word. അല്ല എന്താ പറയുന്നത്, if you are not yet a fluent user of the language. സോ നമ്മളല്ലേ പറഞ്ഞു മദർ ടങ്ങിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ അസ് അല്ല, ഈസി എ ടാസ്ക് ഫോർ അസ്. ബട്ട് ഇഫ് ഇറ്റ് കംസ് ഇൻ English language, especially if it comes in an academic context, of course it will be a little bit challenging task in order to what we can say tackle that lecture, to make us understand the points that a person really wants to convey എന്നുള്ളതാണ്. സോ ആ ഒരു അല്ലെ ഇഫ് യു ആർ നോട്ട് യെറ്റ് എ ഫ്ലുവന്റ് യൂസർ ഓഫ് ദ ലാംഗ്വേജ് അല്ലെ, സോ നമ്മളൊരു ആ ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ ഫ്ലുവന്റ് ആയിട്ടല്ലേ വളരെ സുഗമമായിട്ട് അത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു ആളാണെങ്കിൽ അല്ലെ എന്താണ്, യു പേ ടു മച്ച് അറ്റൻഷൻ ടു ഡീകോഡിങ് ഈച്ച് വേർഡ് അല്ലെ. നമ്മൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് അല്ലെ അറ്റൻഷൻ കൊടുക്കേണ്ടി വരും, ഒരുപാട് എക്സ്ട്രാ നമ്മൾ പറയും എക്സ്ട്രാ പ്രഷർ എന്നല്ലേ, എക്സ്ട്രാ അറ്റൻഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ചിലവഴിക്കേണ്ടി വരും അല്ലെ കുറെ ആ ഒരു വേർഡ്സ്, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ ഓർഡർ ടു ഡീകോഡ് അല്ലെ, ഡീകോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്താണ് എൻകോഡ് ആൻഡ് ഡീകോഡ്? ഒരു പോയിന്റ്, ഒരു ഐഡിയ നമ്മളെ ഇങ്ങോട്ട് അല്ലെ ഒരാളിപ്പോ എക്സ്പ്രസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, എൻകോഡിങ് എന്ന് പറയും അല്ലെ. ആ ഒരു ലെക്ചർ അയാൾ എന്ത് ചെയ്യും, സംഭാഷണത്തിലൂടെ നമ്മളിലേക്ക് പകരാൻ ശ്രമിക്കുന്ന അല്ല ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയാ, എൻകോഡിങ് എന്ന് പറയാം. എൻകോഡിങ് COD അല്ലെ, CODING കോഡിങ്. സോ CODING കോഡിങ് അല്ലെ. കോഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, കോഡ് അല്ലെ, കോഡിലേക്ക് ആക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അത് ടോക്കിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ അല്ല അയാൾ എന്ത് ചെയ്യും, അത് നമ്മളിലേക്ക് എത്തിക്കും അല്ലെ. അതിനാണ് എന്ത് പറയാ, എൻകോഡിങ് എന്ന് പറയാം. നമ്മളല്ലേ ആ ഒരു എൻകോഡ് ചെയ്ത അല്ലെ ആ ഒരു മെസ്സേജ്, ആ ഒരു ടോക്ക് അല്ല, അത് കേട്ട് നമ്മളെ തലയിൽ എന്ത് ചെയ്യും, അതല്ലേ പ്രോസസ് ചെയ്ത് അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതാണ് എന്ത് ഡീകോഡിങ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ആ മെസ്സേജിന് എന്ത് ചെയ്യാണ്, വാക്കുകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണല്ലേ, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മളത് ഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെ, നമ്മളത് അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഒരു പ്രോസസ്സാണ് ഡീകോഡിങ് എന്ന് പറയുന്നത് അല്ലെ. ഒരു എസ്പെഷ്യലി ഈ ലിസണിങ്ങും അല്ലെ, ടോക്കിംഗ് ആൻഡ് ലിസണിങ് അല്ലെ, അത് എപ്പോഴും എന്തുണ്ടാവും, അവിടെ എൻകോഡിങ് ഉണ്ടാവും അല്ലെ, ഡീകോഡിങ് ഉണ്ടാവും. സോ നമ്മൾ ആ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ പോയിന്റ്സ് നമ്മൾ ഡീകോഡ് പറഞ്ഞാൽ അവരുടെ അല്ലെ പോയിന്റ്സ് നമ്മൾ നമ്മുടേതായ രീതിയിലല്ലേ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ശ്രമിക്കുമ്പോൾ അല്ലേ നമുക്ക് എന്തുണ്ടാവും, കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ലൈഫ്, എസ്പെഷ്യലി ആസ് എ സാഡ് ലൈഫ് വി ആർ ജസ്റ്റ് എ ബിഗിനർ അല്ലെ ഇൻ a particular language. When you hear a new word or when the speaker speaks very fast, you miss the content. അല്ലെ എന്ത് ചെയ്യും, സ്പീക്കർ അല്ലെ, സ്പീക്കർ will be carrying on with his
idea, according to his, what we can say, judgment about the congregation who have really come to listen to the lecture. So speaker എന്ത് ചെയ്യുന്നുണ്ടാവും, അയാളുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആളുകൾ എങ്ങനെയാണ് എന്ന്, അതായത് ആളുകൾക്ക് വേഗം മനസ്സിലാവും എന്നുള്ള രീതിയിൽ അയാൾ എന്ത് ചെയ്യും, ചിലപ്പോൾ സംസാരിക്കും ബട്ട് എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കാൻ ഒരു ചാൻസും ഇല്ല. കാരണം ചില ആൾക്കാരല്ലേ കുറച്ച് സ്ലോ ആയിരിക്കും. സോ ഒരു വളരെ സ്പീഡായിട്ടല്ല ഒരു പേഴ്സൺ ഇഫ് എ പേഴ്സൺ ട്രൈസ് ടു കൺവേ സംതിങ് ദാറ്റ് വിൽ ബി not that much easy for a person, a slow, what we can say, decoder to decode, ഒരു സ്ലോ ഡീകോഡറിന് അത് ഡീകോഡ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസം ആയിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ അയാൾ എന്ത് ചെയ്യേണ്ടതുണ്ടാവാം, ഓഫ്കോഴ്സ് ലെക്ചർ എടുക്കുമ്പോൾ ചിലപ്പോൾ പലരും എസ്പെഷ്യലി കോളേജുകളിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും, പല ലെക്ചേഴ്സ് അതിലെന്ത് ചെയ്യാൻ ശ്രമിക്കും, അവര് കുറച്ച് ഹാർഡ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കും എസ്പെഷ്യലി ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, പുതിയൊരു വേർഡ് വിദ്യാർത്ഥി മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു ലെക്ചറർ എന്ത് ചെയ്യാം, ആ ഒരു വേർഡ് ഉപയോഗിച്ചു എന്ന് വരാം സോ അങ്ങനെയുള്ള ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഡിഫിക്കൽട്ടി വരും എന്നതാണ്. നാവല്ല എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ടാസ്ക് ചെയ്യാം. നെക്സ്റ്റ് പേജ് നോക്കിയാൽ നെക്സ്റ്റ് പേജിൽ ലിസണിങ് ഫോർ സ്പെസിഫിക് ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഹെഡിങ്ങിന്റെ താഴെയായിട്ട് വേറൊരു ടാസ്കും കൊടുത്തിട്ടുണ്ട് ആ ഒരു പർട്ടിക്കുലർ ലെക്ചർ കേൾക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അത് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്യാം. സോ നോക്കേ, നിങ്ങൾ കേട്ട ആ ഒരു ട്രാക്കിൽ എന്തുണ്ട്, ദ സ്പീക്കർ യൂസസ് എ ഫ്യൂ സിഗ്നലിംഗ് ഡിവൈസസ് ഇൻ ദ ലെക്ചർ ആസ് വെൽ. സോ കുറച്ച് സിഗ്നലിംഗ് ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട്. Given below are a few more signaling devices and semantic markers. സോ താഴെ നിങ്ങൾക്ക് എന്ത് തന്നിരിക്കുകയാണ്, ഒരു ലെക്ചറിൽ നമ്മളെ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് ഫ്രേസസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെക്ചർ നിങ്ങളോട് ഇപ്പോൾ ഒരു ടീച്ചർ ഇതില് ആസ്ക്സ് യു ടു കണ്ടക്ട് എ ലെക്ചർ ടു ഡെലിവർ എ ലെക്ചർ. സോ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ലെക്ചർ തുടങ്ങാൻ പെട്ടെന്ന് നമുക്ക് തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് താഴെ കൊടുത്ത ഫ്രേസസിന്റെ ഹെൽപ്പോടെ നമുക്ക് മെല്ലെ തുടങ്ങി വരാം. സോ ഫ്ലോയിൽ വരുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാവില്ല, പെട്ടെന്ന് തുടങ്ങാൻ ചിലപ്പോൾ നമുക്ക് വിഷമമായിരിക്കും. സോ എന്തൊക്കെയാണ് ട്രിക്സ്, കുറച്ച് പോയിന്റ്സ് നമുക്ക് ഒരു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ എയ്ഡ് ചെയ്യാനായിട്ട് നമ്മളെ ലീഡ് ചെയ്യാനായിട്ട് കുറച്ച് വേർഡ്സും ഫ്രേസസും നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും ചിലത് വളരെ സിമ്പിൾ ആയിരിക്കും. നോക്കാം എന്തൊക്കെയാണ് താഴെ തന്നിട്ടുള്ളത് എന്നുള്ളത്. സൈൻ പോസ്റ്റ് ഓർ സിഗ്നലിംഗ് ഡിവൈസസ് എന്തൊക്കെയാണ്? ഓക്കെ, ടുഡേ ഐ വിൽ ടോക്ക് എന്നുള്ള രീതിയിൽ പറയാം. അല്ലെങ്കിൽ ടുഡേ വി വിൽ ഡിസ്കസ് സംതിങ് റിലേറ്റഡ് ടു ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അല്ലെങ്കിൽ ടുഡേ ഐ വാണ്ട് ടു ഡിസ്കസ് ഓർ ടുഡേ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ദ ടോപ്പിക് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. അല്ലെങ്കിൽ എന്ത് പറയാ, ഇൻ ദിസ് ടോക്ക് ഐ വിൽ ഫസ്റ്റ് നോട്ട് this and then second I will suggest another thing എന്ന് പറഞ്ഞിട്ട് എങ്ങനെ വരാം. പിന്നെ I will start by describing or I will start by explaining the important ideas concerning those topics and then I am going to simplify those ideas then I will sum up with the main points that we discussed today എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ എന്ത് ചെയ്യണം, ആ ഒരു ടോക്ക് കൊണ്ടുപോകണം. ആ ഒരു ഫ്ലോ മുറിഞ്ഞു പോയാലല്ലേ ചിലപ്പോൾ കേൾവിക്കാരന് എന്ത് പറ്റും, നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് പോവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തപ്പിത്തടയുന്ന ഒരു ലെക്ചർ ആണെങ്കിൽ ലിസണർ വിൽ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ടു ലിസൺ ടു സച്ച് എ ലെക്ചർ ഹി വിൽ സംവെയർ ഹിസ് ഇൻട്രസ്റ്റ് വിൽ ബി ബ്രോക്കൺ and he will just
choose to leave എന്നുള്ളതാണ്. സോ നോക്കാം നെക്സ്റ്റ് എന്തൊക്കെയാണ്. It is these problems which I would love to deal with first. So it is these problems I would love to deal first. And the problems are എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം അല്ലെ. പിന്നെ what I'm going to talk about is something that is related to the present day concern that we are all really bothered about എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാം. പിന്നെ there are three possible ways we can analyze this idea or this problem. So try to look at this problem from 3 points. എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ അങ്ങനെ അങ്ങ് പോവാം. നെക്സ്റ്റ് നോക്ക് എന്തൊക്കെയാണ്. I'm going to talk about 5 main ideas. എന്ന് പറയാം. Now let's discuss or now let's understand. Now let's try to understand these. Now I want to raise a question. So നമുക്ക് എന്ത് ചെയ്യാം അല്ലെ. ഇടയ്ക്ക് എങ്ങനെയാണ് ലെക്ചറും അല്ലെ ടോക്ക് എസ്പെഷ്യലി ടോക്കിൽ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളോട് അല്ലേ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള അല്ലെ ചില പോയിന്റ്സ് അവരെപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. സോ അങ്ങനെയല്ല എപ്പോഴും അല്ലെ വെറും ഒരേ ഫ്ലോയിൽ പോകുന്ന ഒരു ടോക്കിനേക്കാളും നല്ലതല്ലേ എന്ത് ചെയ്യാം ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന രീതിയിൽ അല്ലെ അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോഴേ എന്താവും ആ ഒരു എൻഗേജിങ് ലെക്ചർ ആവുള്ളൂ അല്ലെ. നമ്മൾ ബോത്ത് പാർട്ടീസ് വിൽ ബി എൻഗേജ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് ടോക്കിംഗ് ആൻഡ് ഓൾസോ ലിസണിങ് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുക അല്ലെ നമ്മൾ പറയുന്നത് ബോത്ത് പാർട്ടീസ് അല്ലെ ഷുഡ് ബി engaged in a lecture. The person who speaks and also the one who listen to the lecture or the talk should be engaged in the activity. Otherwise it will be really boring. ഒരാൾ ഇങ്ങനെ സംസാരിക്കുക മറ്റേ വെറുതെ ഡള്ളായിട്ട് കേട്ടോണ്ടിരിക്കുക. സോ അതിന് പകരം എന്ത് ചെയ്യാം ഇടയ്ക്കിടയ്ക്കല്ല ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സ് പോലെയല്ല എന്ത് ചെയ്യാം കുറച്ച് പോയിന്റ്സ് പോലെയല്ലേ അയാൾ എന്ത് ചെയ്യാം ഉണർത്താം അല്ലെ. ഒന്ന് കോഷ്യസ് ആക്കാം അല്ലെ. എന്താണ് ഇതിന്റെ പ്രസക്തി എന്നൊക്കെ ചോദിച്ചല്ലേ നമ്മൾ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കല്ലേ നൗ ലെറ്റ്സ് തിങ്ക് അബൌട്ട് എന്നൊക്കെ പറഞ്ഞല്ലേ അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അല്ലെ അവിടെയാണ് എന്തുണ്ടാവുക ആ ഒരു എൻഗേജിങ് ആക്ടിവിറ്റി അല്ലെ. ബോത്ത് ആൾക്കാർ ആ ഒരു പ്രവൃത്തിയിലല്ലേ എന്ത് ചെയ്യാം ഉൾപ്പെടുക എന്നുള്ള ഒരു ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെയല്ലേ എന്ത് ചെയ്യാം നമ്മളെ ഇടയ്ക്കല്ലേ നൗ ലെറ്റ്സ് തിങ്ക് അബൌട്ട് അല്ലെ എന്ന് പറയും നമ്മൾ അല്ലെ. ഒന്ന് നമുക്ക് ആലോചിക്കാം അല്ലെ. നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. Now let's look at the condition അല്ലെ present condition of our hospital അല്ലെ. എന്താണ് വളരെ പത്തറ്റിക് ആയി കിടക്കുന്ന എന്നൊക്കെ പറയുമ്പോൾ അയാൾ കേൾവിക്കാരൻ എന്ത് ചെയ്യും പെട്ടെന്ന് ആ ഒരു പിക്ചർ അല്ല മനസ്സിലോട്ട് വന്ന് അയാളും ഒന്ന് ആലോചിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. സോ അങ്ങനെയുള്ളതാണ് എൻ്റെ ഒരു എൻഗേജിങ് ലെക്ചേഴ്സ്. or consider for a moment അല്ല എന്ന് പറയാണ്. കൺസിഡർ ഫോർ എ മോമെന്റ് അല്ല ഒരു നിമിഷം നമുക്കൊന്ന് നോക്കാം അല്ല പരിഗണിക്കാം ആ ഒരു കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നൊക്കെ. or now we can turn our attention to അല്ലെ. now we can turn our attention to the weaker parts അല്ലെ of those issues എന്നൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യും അവസാനം അല്ലെ കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. In conclusion, I would love to remind you once more those main points we discussed today എന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു in a nutshell അല്ലെ നമുക്ക് എന്ത് പറയാം in a nutshell അല്ലെ ചുരുക്കി പറഞ്ഞാൽ എന്നുള്ള രീതിയിൽ in a nutshell അല്ലെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം പഴയ പോലെ അല്ലെ ആ ഒരു മെയിൻ പോയിന്റ്സ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാം. or we can simply say to sum up എന്നുള്ളതാണ്. to sum up എന്ന് പറയുന്നത് വളരെ ഓർഡിനറി ആയിട്ട് നമ്മളല്ലേ പറയുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് എന്ത് ചെയ്യാം അവസാനം അല്ലെ ടുഡേ വി ഹാവ് ടോക്ക്ഡ് അബൌട്ട് ദിസ് ഇഷ്യൂ അല്ലെ. എന്നിട്ടോ വേണമെങ്കിൽ അല്ലെ നാളെ എന്തെടുക്കും എന്ന് ലെക്ചർ വേണമെങ്കിൽ നമുക്ക് അല്ലെ ടുഡേ വി ഹാവ് ടോക്ക്ഡ് അബൌട്ട് ദിസ് ആൻഡ് ടുമോറോ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് എ ന്യൂ ടോപ്പിക് എന്നുള്ള രീതിയിൽ അല്ലെ പറയും. So എന്നിട്ടോ കൺക്ലൂഷനിൽ വരുമ്പോൾ as we have seen these were not only the problems of the people who live near this place, other people also face such problems എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും അവസാനം ഒന്ന് അല്ലെ ഒരു യൂണിവേഴ്സലൈസേഷൻ പോലെ എന്ത് ചെയ്യും എല്ലാവരെയും പ്രശ്നമാണ് എന്നുള്ള രീതിയിലൊക്കെ അതൊന്ന് കൺക്ലൂഡ് ചെയ്യാം അല്ലെ. എന്തെങ്കിലും ഇഷ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ.
പിന്നെ അല്ലെങ്കിൽ എന്ത് പറയാ, ഫോർ ഓൾ ദീസ് റീസൺസ് അല്ലെ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ വളരെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാം അല്ലെ. ഫോർ ഓൾ ദീസ് റീസൺസ് അല്ലെ, വാട്ട് ഐ ഹാവ് ടു ടെൽ ഈസ് വി ഹാവ് ടു പേ വെരി ഗുഡ് അറ്റൻഷൻ ടു ദീസ് അല്ലെ ഇഷ്യൂസ്, അതർവൈസ് ഇറ്റ് വിൽ റിയലി ടേൺ ഔട്ട് ടു ബി സംതിങ് അല്ലെ ഡേഞ്ചറസ് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചെയിനായിട്ടല്ല കണക്ട് ചെയ്ത് പറയാവുന്നത്. As I have shown, I mean through the example I have mentioned previously, ഇങ്ങനെ പറഞ്ഞു വരാം. Now താഴെ എന്താ കൊടുത്തിട്ടുള്ളത് നോക്കിയേ, സെമാന്റിക് മാർക്കേഴ്സ് അല്ലെ. സെമാന്റിക് മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സെമാന്റിക്സ്? സെമാന്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് സെന്റൻസസ് ഇൻ എ ലാംഗ്വേജ്. സോ ഒരു ലാംഗ്വേജിലെ ഒരു ഭാഷയിലെ വേർഡ്സിന്റെ അല്ലെങ്കിൽ സെന്റൻസിന്റെ മീനിങ്ങിനെ പറ്റിയുള്ള പഠനത്തെയാണ് നമ്മൾ എന്ത് പറയാ, സെമാന്റിക്സ് എന്ന് പറയാം. സോ സെമാന്റിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് മീനിങ് എന്ന് പറയാം നമുക്ക് ഷോർട്ടായിട്ട് അല്ലെ. മീനിങ് ഓഫ് വേർഡ്സ് ഓർ സെന്റൻസസ് ഇരിക്കുകയാണെങ്കിൽ. സോ ഇനിയല്ലേ സെമാന്റിക് മാർക്കേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ചില അല്ലെ മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സും അല്ലെ ഐഡിയാസും കണക്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് താഴെ തന്നിട്ടുള്ളത് അല്ലെ. മീനിങ് ഫുൾ ആയിട്ട് കണക്ട് ചെയ്തല്ലേ സംസാരിക്കാം. നോക്ക് എന്തൊക്കെയാണ്. ഫസ്റ്റ് അല്ലെ ഡെവലപ്മെന്റ് ഓഫ് ഐഡിയ. ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഐഡിയ ഡെവലപ്പ് ചെയ്യാം. സോ ഐഡിയ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളല്ലേ ഒരു ഓർഗനൈസേഷൻ ആക്കാണ്. അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊക്കെയുള്ള രീതിയിൽ പോയിന്റ്സിനെ ഓർഗനൈസ് ചെയ്യാം. നോക്ക് ഫസ്റ്റ് പോയിന്റ്, പിന്നെ എന്ത് ചെയ്യാം ദ സെക്കൻഡ് റീസൺ അല്ലെ, അല്ലെങ്കിൽ ദ തേർഡ് കോസ്. എന്നിട്ട് കോസ് അല്ലെ, കോസ് ആണെങ്കിൽ 3 കോസസ് അല്ലെ പറയാം. ദ ഫസ്റ്റ് കോസ് അല്ലെ, സെക്കൻഡ് കോസ്, തേർഡ് കോസ് എന്നൊക്കെ. പിന്നെ നെക്സ്റ്റ് അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, അനദർ എക്സ്പ്ലനേഷൻ അല്ലെ. അനദർ എക്സ്പ്ലനേഷൻ ഈസ് ഓൾസോ പോസിബിൾ ഇൻ അവർ കേസ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. അല്ലെങ്കിൽ എന്ത് പറയാം, an additional explanation is also അല്ലെ really important to discuss അല്ലെ here, or an additional explanation അല്ലെ also help us അല്ലെ in solving this problem എന്നൊക്കെയാണ്. ഇതൊക്കെയാണ് എന്ത് ഡെവലപ്മെന്റ് ഓഫ് ഐഡിയാസ്. ഐഡിയാസ് അല്ലെ ഡെവലപ്പ് ചെയ്യാനുള്ള അല്ലെ കുറച്ച് പോയിന്റ്സ്. ഇനി എന്ത് ചെയ്യാം, കോൺട്രാസ്റ്റ് ഓഫ് സെവറൽ ഐഡിയാസ്. അങ്ങനെ ഐഡിയാസ് അല്ലെ എന്ത് ചെയ്യാം, നമ്മളല്ലേ പറഞ്ഞ തന്നെ എന്ത് ചെയ്യാം, അതിനെ എതിർത്ത രീതിയിൽ അല്ലെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഒരു പോയിന്റിനല്ലേ വ്യത്യസ്ത തലങ്ങളിൽ ഡിസ്കസ് ചെയ്യണം അല്ലെ, ഡിഫറെന്റ് ഡിറക്ഷൻസിൽ നോക്കാം. ഇനി എന്താണ്, നമുക്കല്ലേ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലെ, നമ്മൾ പറയാണ് ദിസ് ഈസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്ത് ചെയ്യും, ഓൺ ദ അതർ ഹാൻഡ് അല്ലെ, ഓൺ ദ അതർ ഹാൻഡ് മറ്റൊരു രീതിയിലല്ലേ അതിനെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ മറുപുറത്ത് അല്ലെ എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം. അതാണ് എന്ത് ഓൺ ദ അതർ ഹാൻഡ് അല്ലെ. അല്ലെങ്കിലോ ഓൺ ദി വൺ ഹാൻഡ് അല്ലെ, ഓൺ ദ വൺ ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ അത് തുടങ്ങാം അല്ലെ. എന്നിട്ടോ ഓൺ ദ വൺ ഹാൻഡ് അല്ലെ, ഓൺ വൺ ഹാൻഡ് ദിസ് ഈസ് ദ മാറ്റർ. പിന്നെയോ ഓൺ ദ അതർ ഹാൻഡ് അല്ലെ എന്ന് പറഞ്ഞ് വേറെ ഒരു കാര്യം കൂടി പറയാം. പിന്നെയോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹൗ എവർ അല്ലെ, എന്നിരുന്നാലും ഇതൊക്കെ ആണെങ്കിലും അല്ലെ എന്താണ്, ദർ ആർ സം അതർ അല്ലെ ഇഷ്യൂസ് റിലേറ്റഡ് ടു ദിസ്, ദർ ഈസ് അനദർ സൈഡ് അല്ലെ ടു ദ ഇഷ്യൂ എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നെവർത്ത് ഉപയോഗിക്കാം അല്ലെ, നെവർത്ത് ഇങ്ങനെ അല്ലെ എന്നിരുന്നാലും എന്നുള്ളതാണ്. അതായത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്നുള്ള രീതിയിൽ അല്ലെ. അല്ലെങ്കിൽ ഓൾദോ എന്ന് പറഞ്ഞാൽ എന്താണ്, അതേ മീനിങ് വരുന്നതാണ് അല്ലെ. ഓൾദോ അല്ലെ, ഓൾദോ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെന്റൻസ് ഉണ്ടാക്കും അല്ലെ. ഓൾദോ അല്ലെ ദീസ് ഗോസ് ഓൺ ലൈക്ക് ദിസ് അല്ലെ, വി ഹാവ് ടു കൺസിഡർ അതർ പോയിന്റ്സ് എന്നൊക്കെയാണ്. അല്ലെങ്കിൽ എന്ത് പറയാം, ഇൻ കൺട്രാസ്റ്റ് ടു അല്ലെ, ഇൻ കോൺട്രാസ്റ്റ് ടു എന്നുള്ളതാണ്. സോ അതിന് എതിരായിട്ടുള്ള എന്നുള്ള രീതിയിൽ. ഇനി കോൺട്രാസ്റ്റ് ടു അല്ലെ ദ പ്രീവിയസ്ലി മെൻഷൻഡ് ഐഡിയാസ് അല്ലെ, വി ഹാവ് സം അതർ ഇഷ്യൂസ് ഓൾസോ റേസിംഗ് അപ്പ് അല്ലെ, ദർ ഹാഡ്സ് ടുവേർഡ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിച്ചു വരാം. പിന്നെ നെക്സ്റ്റ് എന്താ കൊടുത്തില്ല നോക്കേ, ഡിസ്അഗ്രിങ് വിത്ത് പോയിന്റ്സ് അല്ലെ. ഇനി ഒരു പോയിന്റ്സിനെ ഡിസ്അഗ്രി ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്. സം എക്സ്പേർട്സ് അഗ്രി ദാറ്റ് അല്ലെ, നമ്മൾ പറയും ചിലരല്ല ഇങ്ങനെ പറയുന്നു പക്ഷെ അതല്ല ശരി എന്നൊക്കെയുള്ള രീതിയിൽ അല്ലെ. സം എക്സ്പേർട്സ് അഗ്രി ദാറ്റ് അല്ലെ, ദിസ് ഈസ് വൺ തിങ് അല്ലെ എന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ ബട്ട് ബി അല്ലെ
also have to look at the other side എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ എന്ത് പറയാം, ഇറ്റ് ഈസ് ഓൾ വെരി വെൽ അല്ലെ, ബട്ട് ഇറ്റ് ഈസ് ഓൾ വെരി വെൽ ഫോർ ഹിം അല്ലെ ടു സേ ദാറ്റ് ഇറ്റ് ഈസ് ഫോർ വെരി വെൽ ഫോർ ദ എക്സ്പെർട്സ് ടു സേ ടു കൺക്ലൂഡ് ഇറ്റ് സോ, ബട്ട് അല്ലെ there remains something important to be discussed along with this എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് സംസാരിച്ചു വരാം. അങ്ങനെ നോക്ക് എന്താണ് റിസൾട്ട് ഓഫ് ഐഡിയാസ് ആണ് അടുത്തത്. റിസൾട്ട് ഓഫ് ഐഡിയാസിൽ എന്താ കൊടുത്തില്ലത്, therefore അല്ലെ, therefore അതുകൊണ്ട് അല്ലെ. സോ ഇന്നതൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ പോയിന്റ്സ് പറഞ്ഞ് എന്ത് പറയാണ്, നമ്മൾ കൺക്ലൂഷൻ പോലെ അല്ലെ കുറച്ച് അത് ആ ഒരു പറഞ്ഞ പോയിന്റ്സിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാണ് അല്ലെ. therefore അല്ലെ വാട്ട് ഐ റിയലി വാട്ട് ഐ റിയലി എക്സ്പെക്ട് ഫ്രം യു എന്നൊക്കെ പറഞ്ഞതിന്റെ നമുക്ക് അല്ലെ കണ്ടിന്യൂ ചെയ്യാം. കോൺസിക്വന്റ്ലി എന്ന് പറയും അല്ലെ, കോൺസിക്വന്റ്ലി അല്ലെ ദീസ് ഓൾ റിസൾട്ട് ടു some what we can say a heated issues that will really going to devour our lives എന്നൊക്കെയാണ്. അല്ലെങ്കിൽ എന്ത് പറയാം, as a result അല്ലെ, as a result the society never changes എന്നുള്ളൊക്കെയുള്ള രീതിയിൽ കോൺസിക്വൻസ് ഓഫ് അല്ലെ കോൺസിക്വൻസ് ഓഫ് എന്നും തുടങ്ങും. നെക്സ്റ്റ് എന്താണ്, ഇഫ് ദിസ് പ്രൊപ്പോസിഷൻ അല്ല ഹോൾസ് ട്രൂ ദെൻ എന്താണ് ഈ ഒരു പോയിന്റ് അല്ലെ ഇത് സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ സംസാരിക്കുക. ഇഫ് ദിസ് പ്രൊപ്പോസിഷൻ അല്ലെ ഹോൾസ് ട്രൂ ദെൻ വാട്ട് ഈസ് ദ മാറ്റർ ഓഫ് ദ അതർ പോയിന്റ് എന്നൊക്കെ പറയാം. നെക്സ്റ്റ് നോക്കിയാണ് ക്രോണോളജി ഓഫ് അല്ലെ ഐഡിയാസ്. നമ്മൾ പറഞ്ഞ ക്രോണോളജി ഓഫ് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ ഓരോ ഓർഡറിൽ വെക്കാനുള്ളത് അല്ലെ, ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ഫൈനലി അല്ലെ, ഇൻ ദ ബിഗിനിങ്, ഫോളോയിങ്, സബ്സിക്വന്റ്ലി അല്ലെ, സബ്സിക്വന്റ്ലി പറഞ്ഞാൽ അതിനുശേഷം എന്നുള്ളതാണ്, ഇടത്ത് അല്ലെ അത് കഴിഞ്ഞ് വരുന്നത് എന്നുള്ളതാണ്. ദെൻ അല്ലെ അല്ലെങ്കിൽ ദ നെക്സ്റ്റ് എന്ന് പറയാം, അറ്റ് ലാസ്റ്റ് അല്ലെ, അൾട്ടിമേറ്റ്ലി ഏറ്റവും അവസാനം, പിന്നെയോ എന്നാത്തര അല്ലെ അത് കഴിഞ്ഞിട്ടുള്ള വേറെ ഒന്ന് പ്രയർ ടു അല്ലെ, പ്രയർ ടു എന്നുള്ളതാണ്. പ്രയർ ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ബിഫോർ എന്നുള്ള മീനിങ് ആണ് അല്ലെ, പ്രയർ ടു ദാറ്റ് ഇൻസിഡന്റ് എന്നൊക്കെയാണ്. അല്ലെങ്കിൽ ദ ഫോർമർ അല്ലെ, ദ ഫോർമർ പറഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടില്ല അല്ലെ, ദ ഫോർമർ പേഴ്സൺ. നമ്മളിപ്പോ ഒരു സെന്റൻസ് പറയാണ് അല്ലെ, ലത ഈസ് എ ഗുഡ് ഗേൾ അല്ലെ ദാൻ മീര എന്ന് പറയാണ്. സോ നമ്മളല്ലേ പിന്നെ എന്ത് പറയാണ്, ദ ഫോർമർ അല്ലെ, ബട്ട് ദ ഫോർമർ ഈസ് ബാഡ് ഇൻ സം റെസ്പെക്ട്സ് അല്ലെ ദാൻ ദി ലേറ്റർ എന്ന് പറയുമ്പോൾ അല്ലെ, ഫോർമർ ഉദ്ദേശിക്കുന്നത് ആദ്യം മെൻഷൻ ചെയ്ത പേഴ്സൺ ആണ്. ആരാണ്, ലത എന്ന് പറയും അല്ലെ. ലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെ ലാസ്റ്റ് പാർട്ടില്ല, രണ്ടാമത് പാർട്ടിലെ ആളുടെ പേരാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതാണ് ഫോർമർ ആൻഡ് ലേറ്റർ അല്ലെ, നമ്മളൊരു കുറച്ച് ആൾക്കാരുടെ പേര് പറഞ്ഞിട്ട് അവസാനം പറയാണ്. അതായത് ഫോർമർ അല്ലെ രണ്ടാളെ പേര് പറഞ്ഞിട്ട്, ഫോർമർ ആൻഡ് ദ ലേറ്റർ ഈസ് ലൈക്ക് ദിസ് എന്നൊക്കെ. Now look at the next topic. Taking notes ആണ്. ഇനി എന്ത് ചെയ്യാം, നോട്ട്സ് എടുക്കുമ്പോൾ അല്ലെ നോട്ട്സ് എഴുതിയെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. As a student, when you listen to a lecture, you take notes for future reference. അല്ല, ഒരു കുട്ടി എന്ന നിലയിലല്ലേ ഒരു ലെക്ചർ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, എപ്പോഴും അല്ലെ പലപ്പോഴും നമ്മൾ നോട്ട്സ് ചെയ്യാറുണ്ട്. മെയിൻ ഐഡിയാസ് അല്ലെ ആവശ്യം വരാറുണ്ട് അങ്ങനെയുള്ളത്. Since it is not desirable nor possible to write down everything, you have to learn how to take notes briefly yet efficiently. അല്ലെ, സോ നമുക്കറിയാം അല്ലെ, ചിലപ്പോൾ നമ്മൾ ലെക്ചർ എന്ത് ചെയ്യും, വളരെ സ്പീഡായിട്ടായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ വെച്ച് എഴുതാൻ നോക്കും അല്ലെ, ബട്ട് എന്തും ചെയ്യരുത് അങ്ങനെയല്ല, ഫുൾ സെന്റൻസിൽ അല്ലെ നീട്ടി വലിച്ച് എഴുതാൻ ശ്രമിക്കരുത് അല്ലെ. നമുക്ക് മനസ്സിലാവുന്ന ഒരു കോഡ് പോലെയുള്ള ഒരു ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതല്ലേ, വളരെ ബ്രീഫായിട്ടല്ലേ. ഒരു ജേർണലിസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ അല്ലെ എന്ത് ചെയ്യാം, മെയിൻ പോയിന്റ്സ് അല്ലെ നോട്ട് ചെയ്യുന്ന ഒരു ശൈലി നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ്. The following are the skills involved in taking notes. അങ്ങനെയല്ല, അങ്ങനെ നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ അല്ലെ എന്തൊക്കെയാണ് സ്കിൽസ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ് പറയാം. എന്തൊക്കെയാണ്,
Efficient note taking involves understanding the main idea of the lecture and the relationship between the ideas. So efficient ആയിട്ടുള്ള ഒരു നോട്ട് ആണ് നമ്മൾ അല്ലെ ലെക്ചർ നോട്ട് എഴുതി എടുക്കുമ്പോൾ പെട്ടെന്നല്ലേ ജോട്ട് ഡൗൺ അല്ലെ ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ എന്താ ചെയ്യും അല്ല എന്താ ചെയ്യാം മെയിൻ ഐഡിയാസ് എഴുതിയെടുക്കുള്ളൂ അല്ലെ എന്നിട്ട് എന്ത് ചെയ്യും ആ ഐഡിയാസ് അല്ലെ നമ്മൾ ലെക്ചർ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ആ ഐഡിയാസ് കണക്ട് ചെയ്ത് അല്ലെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്ന ഐഡിയാസ് എന്നുള്ളതാണ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്ന ഐഡിയാസ്. Hence, the first step in taking notes is to identify the main ideas. Hence, അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം the first step in taking notes is to identify the main ideas. അതുകൊണ്ട് തന്നെ അല്ലെ എന്തായിരിക്കണം എല്ലാം നോട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ മെയിൻ ഐഡിയാസ് മാത്രം ശ്രദ്ധിക്കുന്ന വിധത്തിലുള്ളതാവണം എന്ത് നമ്മുടെ നോട്ട് എന്ന് പറയുന്നത് നോട്ട് lecture notes. As you have learned in the previous section, paying attention to the introductory part of the lecture and the signaling devices will help you know how many ideas the lecturer is going to discuss and how they will be organized. So the lecturer എന്ത് ചെയ്യും അവരുടെ ഐഡിയാസ് ഇങ്ങനെ ഒരു ഓർഡറിലാണ് പ്രസന്റ് ചെയ്യുക അല്ലാണ്ടല്ലേ ഒരു ഹാഫ് ഹാസഡ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യില്ല ഷഫിൾ ചെയ്തിട്ടല്ല അവർ അല്ലെ പ്രസന്റ് ചെയ്യുക. ഒരു ലെക്ചർ പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെ അതിനൊരു പ്രത്യേക ഓർഡർ ഉണ്ടാവും അല്ലെ ഫസ്റ്റ് ഇത് ഡിസ്കസ് ചെയ്യുക അല്ലെ സെക്കൻഡ് ഇത് തേർഡ് ഇത് അല്ലെ ലാസ്റ്റ് ഇങ്ങനെ എന്നുള്ള രീതിയിലൊരു ഐഡിയ ആ ലെക്ചറിന്റെ മനസ്സിൽ ഉണ്ടാവും അല്ലെ. Signaling devices and semantic markers also provide clues to supporting details such as examples and links between the ideas. So ഈ സിഗ്നലിംഗ് ഡിവൈസസ് ഒക്കെ നമുക്ക് എന്ത് കാണിച്ചു തരും അല്ല അയാളിപ്പോ ലെക്ചറിന്റെ ഏത് പാർട്ടിലെത്തി എന്ന് നമുക്ക് കാണിച്ചു തരും അല്ലെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്താണ്. സോ അയാൾ പറയും അല്ലെ ഫസ്റ്റ് ഐ ആം ഗോയിങ് ടു ഓർഗനൈസ് ദ ലെക്ചർ അല്ലെ ഫസ്റ്റ് ഐ ആം ഗോയിങ് ടു ഡിസ്കസ് ദിസ് എന്നൊക്കെ അല്ലെ എന്നിട്ട് അവസാനം അല്ലെ ചിലപ്പോൾ അയാൾ ലാസ്റ്റ്ലി അല്ലെ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് So he has almost reached the conclusion of his discussion എന്നുള്ളതാണ്. സോ അങ്ങനെ നമുക്കല്ലേ ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നുള്ളതാണ്. ഈ ഒരു അല്ലെ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ അല്ലെ ഒരു ലെക്ചർ ഏത് ഡിറക്ഷനിലാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. The second important step is to be able to write the ideas or points briefly, a few meaningful words or phrases. So എന്താണ് രണ്ടാമത്തതല്ല എന്ത് ചെയ്യണം നമ്മൾ ആ ലെക്ചർ കേട്ടതിനെ പറ്റി അല്ല ബേസ്ഡ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലെ ആ ഒരു മനസ്സിലാക്കിയതൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ അത് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സെക്കൻഡ് ആയിട്ടുള്ള മാറ്റർ എന്ന് പറയുന്നത്. Here are a few tips for taking notes. അങ്ങനെയല്ലേ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ് നോട്ട്സ് അല്ലെ എഴുതുന്നതിന് കുറച്ച് ഫ്യൂ ടിപ്സ് ആണ് അല്ലെ കുറച്ച് ടിപ്സ് ആണ് തന്നിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞു അല്ലെ നോട്ട്സ് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും ഒരു ലെക്ചർ കേൾക്കുമ്പോൾ അല്ലെ അത്ര സംസാരത്തിന്റെ രീതിയിൽ നമുക്ക് ആ ഒരു സ്പീഡിൽ എഴുതിയെടുക്കാൻ പറ്റില്ല. ഓഫ്കോഴ്സ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും ചില സ്പെസിഫിക് അല്ലെ വേർഡ്സ് ആയിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ആ വേർഡ്സ് എന്ത് ചെയ്യാൻ പോകണം നമ്മൾ ലെക്ചർ കഴിഞ്ഞ് അത് വായിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുകയും പോകണം. അല്ലാണ്ടല്ലേ മനസ്സിലായിട്ടില്ലെങ്കിൽ ആ ഒരു ലെക്ചർ നോട്ടിന്റെ ഹോൾ പർപ്പസ് വിൽ ബി ഷാറ്റേഡ് എന്നുള്ളതാണ്. നോക്ക് എന്തൊക്കെയാ പറയുന്നത്. റൈറ്റ് ഓൺലി കണ്ടന്റ് വേർഡ്സ് നൗൺസ് adjectives verbs and adverbs. സോ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ എന്തേ ചെയ്യാൻ പാടുള്ളൂ ഇംഗ്ലീഷ് ആണെങ്കിൽ അല്ലെ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേർഡ്സ് അതായത് ഫംഗ്ഷൻ വേർഡ്സ് ആൻഡ് കണ്ടന്റ് വേർഡ്സ് എന്നുണ്ട് അല്ലെ. ഫംഗ്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാല് ആൻഡ് അല്ലെ ബട്ട് ബിക്കോസ് ഓഫ് എന്നൊക്കെ പറയുന്ന അല്ലെ പ്രിപ്പൊസിഷൻസ് കൺജങ്ഷൻസ് ഇന്റർജെക്ഷൻസ് ഇതൊക്കെയാണ് എന്ത് ഫംഗ്ഷൻ വേർഡ്സ്. അത് അങ്ങനെയുള്ള വേർഡ്സ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് എഴുതാൻ ശ്രമിക്കരുത് അല്ലെ. നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ അതായത് കണ്ടന്റ് വേർഡ്സ് അതായത് മീനിങ് വേർഡ്സ് എഴുതാൻ മാത്രമേ ശ്രദ്ധിക്കാൻ പാടുള്ളൂ അല്ലെ. എന്തൊക്കെ നൗൺസ് അല്ലെ adjectives verbs and adverbs ഇത് മൂന്നാലും അല്ലെ ആണ് ശ്രദ്ധിക്കുന്നത് നല്ലത്. ബാക്കിയൊക്കെ എന്തായിരിക്കും ഫംഗ്ഷൻ വേർഡ്സ് ആയിരിക്കും അല്ലെ അത് കണക്ഷൻ വേർഡ്സ് ആയിരിക്കും. ഈ അല്ലെ ഈ ഒരു കണ്ടന്റ് വേർഡ്സിനെ
കണക്ട് ചെയ്തല്ലേ ഒരു സെന്റൻസ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സ് ആയിരിക്കും. ബട്ട് അതല്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ കോണ്ടന്റ് വേർഡ്സിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. മെയിൻ അല്ലെ വേർഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളത്. അല്ലാണ്ട് ആൻഡും ബട്ടൊന്നും നമ്മൾ എഴുതി വെക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളത്. യൂസ് പ്രിപ്പോസിഷൻസ് ഓൺലി വെൻ ദേ ആർ എസെൻഷ്യൽ ടു കൺവേ ദ മീനിങ്. അല്ലെ നമ്മൾ നോട്ട് അത് അല്ലെ ലെക്ചർ കഴിഞ്ഞ ശേഷമല്ല നോട്ട് വായിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല എന്നുള്ള അവസ്ഥയിലോട്ടാണ് പോകുന്നതെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടൂ, ലെക്ചർ നോട്ടീസിൽ അല്ലെ ഈ പ്രിപ്പോസിഷൻസ് ഒക്കെ ഉൾപ്പെടുത്തേണ്ട ആവശ്യം ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പോസിഷൻസ് ഒക്കെ എന്താണ്, ഫംഗ്ഷൻ വേർഡ്സ് ആണ് അല്ലെ, അത് നമുക്ക് ഉപേക്ഷിക്കാം എന്നുള്ളതാണ്. For example, consider the sentence. Efficient note-taking involves understanding the main ideas of the lecture and the relationship between the ideas. So, ആ ഒരു സെന്റൻസ് അല്ലെ, എഫിഷ്യന്റ് നോട്ട്സ് ടേക്കിംഗ് എന്നുള്ള ആ ഒരു സെന്റൻസ് നോക്ക്. അതിൽ ഏതൊക്കെയാ ഫംഗ്ഷൻ വേർഡ്സ്, ഏതൊക്കെയാ കണ്ടന്റ് വേർഡ്സ് എന്ന് നിങ്ങളല്ലേ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു അല്ലെ ലെക്ചർ നോട്ട് പോലെ എഴുതുകയാണെങ്കിൽ അല്ലെ മെയിൻ പോയിന്റ്സ് എഴുതാൻ പറ്റണം. So this sentence can be written as efficient notes taking, that is equal to understanding main ideas and a relationship between ideas എന്നുള്ളതാണ്. The sentence that is typical length of time our eyes stops in a 1/10 of a second our sentence can also be written as eye stops 1/10 seconds എന്ന് നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റണം എന്നുള്ളതാണ്. Use shorter synonyms instead of longer words or phrases. For example, can instead of are quite capable of, need instead of requirement. So എന്ത് ചെയ്യാം, ഷോർട്ടർ സിനോണിംസ് അല്ലെ, വലിയ വേർഡ്സ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു ഫ്രേസ് ആണെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ഒരു വേർഡ് അല്ലെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെ. ആ ഒരു ലോങ് സാധനങ്ങൾ ഒഴിവാക്കി നമ്മുടേതായ അല്ലെ ഒരു ഷോർട്ട് സിനോണിം പറഞ്ഞ ഒരു വേർഡിന്റെ പര്യായ അല്ലെ, ഒരു വേർഡിന്റെ മീനിങ് അല്ലെ, മീനിങ് ഉള്ള വേറൊരു വേർഡ്. സോ അതെന്ത് ചെയ്യാം, അത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ചെറിയ അല്ലെ ഒരു വേർഡ് മീനിങ് അല്ലെ വലിയ വേർഡിന്റെ ചെറിയൊരു വേർഡ് അതേ മീനിങ് വരുന്നതുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. ഇനി എന്ത് ചെയ്യാം, യൂസ് അബ്രിവിയേഷൻസ് ജസ്റ്റ് ആസ് യു ഡു ഇൻ റൈറ്റിംഗ് മെസ്സേജസ് അല്ലെ, SMS. സോ എന്ത് ചെയ്യാം, SMS എഴുതുമ്പോൾ അല്ലെ നമ്മൾ ഉപയോഗിക്കുന്ന അബ്രിവിയേഷൻസ് അല്ലെ നമ്മൾ ഉപയോഗിക്കാറില്ലേ, ആർന്നും അല്ലെ ഒക്കെ നീട്ടി വലിച്ച് എഴുതാറില്ല നമ്മൾ അല്ലെ. ഒരൊറ്റ ലെറ്റർ കൊണ്ട് ചിലപ്പോ ഒരു വേർഡ് അല്ലെ നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കാറുണ്ട്, കൺവേ ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. However, do not abbreviate the words so much that after a month or two you are not able to identify them. So, but എന്ത് ചെയ്യാൻ പാടില്ല, ഈ നോട്ടല്ലേ ഒരു മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് എടുത്ത് നോക്കുമ്പോൾ അല്ലെ ഒന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ അല്ലെ നമ്മുടെ ആ ഒരു അബ്രിവിയേഷൻസ് അല്ലെ നമ്മുടെ ആ ഒരു ഷോർട്ടനിങ് മെത്തേഡ് എന്തായി, ഫെയിലായി എന്നാണ് അർത്ഥം. കാരണം നമുക്കത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ നോക്കുമ്പോൾ നമുക്കത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലെക്ചർ നോട്ടിൽ എന്തില്ല, പോയിന്റ് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് കാര്യമില്ല അല്ലെ. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് എന്നതിന് പകരം AMT എന്ന് എഴുതാം അല്ലെ. ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതിന് ഡിപ്റ്റ് അല്ലെ, ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് എഴുതാം. ഗവൺമെന്റ് എന്നുള്ളത് നമ്മളെപ്പോഴും അല്ലെ ഗവൺമെന്റ് എന്ന് വലിച്ചു നീട്ടാറില്ല അല്ലെ, ഗവൺമെന്റ് GOVT എന്ന് എഴുതാറുണ്ട്. ഇവിടെ ഇതൊക്കെ അല്ലേ നമ്മൾ പറയുമ്പോൾ നമ്മൾ എക്സാം നിങ്ങളിപ്പോ അല്ലേ നമുക്കിതൊക്കെ കോമൺ ലൈഫിൽ ലെക്ചർ നോട്ട് ക്ലാസ്സിൽ കേൾക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ബട്ട് അല്ലെ വെൻ യു റൈറ്റ് ഫോർ എക്സാം, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അബ്രീവിയേഷൻസ് ഉപയോഗിക്കാൻ പാടില്ല അല്ലെ. നമ്മൾ ഒരിക്കലും ഷോർട്ട് ഫോംസ് ഉപയോഗിക്കാൻ എക്സാമിന് പാടില്ല എന്നുള്ളതാണ്. എക്സാമിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, എല്ലാ വേർഡ്സും അല്ലെ എല്ലാ വേർഡ്സും. ബിക്കോസ് എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ BCS എന്ന് മാത്രമേ എഴുതും അല്ലെ, ബിക്കോസ് എന്നുള്ളത് അങ്ങനെയൊന്നും എഴുതാൻ എക്സാമിന് പാടില്ല. എക്സാമിന് എന്ത് ചെയ്യണം, റൈറ്റ് ഫോർ എക്സാം അല്ലെ, എവറിത്തിങ് ഷുഡ് ബി റിട്ടൺ ഇൻ ഫുൾ സെന്റൻസ് അല്ലെങ്കിൽ ഫുൾ വേർഡ്സ് എന്നുള്ളതാണ്. ഇത് നമ്മൾ ലെക്ചർ നോട്ട് എഴുതുമ്പോഴുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കിയേ,
യൂസ് സ്റ്റാൻഡേർഡ് സിമ്പിൾസ്. നമുക്ക് എന്ത് ചെയ്യാം, അവന് ഈ കുറച്ച് സിമ്പിൾസ് ഉപയോഗിച്ച് നമുക്ക് ചില വേർഡ്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെ, എപ്പോഴും വേർഡ്സ് തന്നെ വേണമെന്നില്ല. അല്ലെ, എന്ത് ചെയ്യാം, ഈസ് ഈക്വൽ ടു എന്നുള്ളത് പകരം നമുക്ക് അല്ലെ ആ ഒരു മാത്തമാറ്റിക്കൽ സിമ്പിൾ ഉപയോഗിക്കാം എന്നുള്ളതാണ്. സോ ഈസ് നോട്ട് ഈക്വൽ ടു ആണെങ്കിലോ അതിന് താഴെ കാണുന്ന അല്ലെ ആ ഒരു സൈൻ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അല്ലെ കുറെ സൈൻസ് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതെന്ത് ചെയ്യാം, നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ടായിട്ട് അല്ലെ എഴുതാൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. സോ ആ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങളെല്ലാവരും അത് കൃത്യമായിട്ടൊന്ന് പഠിക്കാം. അല്ലെ, ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ when you try to create a lecture notes when someone when especially a professor when he really tries to deliver a lecture. It will be easy for you to note down അല്ലെങ്കിൽ jot down the ideas, main ideas. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, പ്രസന്റ് നോട്ട്സ് സിസ്റ്റമാറ്റിക്കലി അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നോട്ട്സ് ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ, ഒരു ഓർഡർ ആയിട്ടല്ലേ. എന്താണ്, while taking notes you may not be able to write the points systematically or indicate how they are interrelated. സോ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമുക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല അല്ലെ ചിലപ്പോൾ എഴുതുമ്പോൾ. സോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. So at the end, when the lecture is summing up the point, it is an opportunity for you to review your notes and indicate the link between the points. So lecture എന്ത് ചെയ്യാം, പോയിന്റ്സ് സം അപ്പ് ചെയ്യുമ്പോൾ അല്ലെ അയാൾ എന്ത് ചെയ്യും, മെയിൻ പോയിന്റ്സ് ഒക്കെയും അല്ലെ ആ ഒരു ഓർഡറിൽ പറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇത് അല്ലെ ആ ഒരു ഓർഡറിലാണോ എന്ന് ജസ്റ്റ് ഒരു ഒറ്റ നോട്ടിൽ നമുക്ക് നോക്കാൻ പറ്റും. അല്ലെ, ഫസ്റ്റ് അയാൾ പറഞ്ഞത് ഇത് അല്ലെ, സെക്കൻഡ് ഇത് എന്നുള്ള രീതിയിൽ ഒറ്റ നോട്ടിൽ നമുക്ക് സമ്മിങ് അപ്പ് ചെയ്യുമ്പോൾ അല്ലെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ അല്ലെ ആ ഒരു നോട്ട് സിസ്റ്റമാറ്റിക് ആണോ അല്ലെ എന്നുള്ളത്. Some students do this by drawing arrows or by numbering the points. എന്ത് ചെയ്യാം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ്സ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അല്ലെ ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നമ്പർ 1 2 3 എന്നുള്ള രീതിയിൽ ഓർഡർ ഇടാം അല്ലെ. അല്ലെങ്കിൽ നമ്പർ 1 കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളല്ലേ അയാൾ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാകുക. പിന്നെ അയാളല്ലേ ചിലപ്പോൾ അയാൾ അത് കഴിഞ്ഞിട്ടായിരിക്കും രണ്ടാമത്തെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. സോ നമുക്ക് ഓർഡറിൽ വേണ്ടിയാൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. So it is useful to organize the notes in a proper outline after the lecture. So നമുക്ക് ലെക്ചർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, അത് പ്രോപ്പർ ഔട്ട്ലൈനിലാക്കാം. You may also present them visually through tables and diagrams if need be. അല്ലെ, ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം, present അല്ലെ we can arrange it like a table or a diagram എന്നുള്ളതാണ്. This will not only help you understand the topic better, but also make you not ready for examinations or other study purposes. So ഇത് എന്തിന് സഹായിക്കും, നിങ്ങളെ എക്സാമിന് വേണ്ടിയിട്ടല്ലേ ഈ ഒരു നോട്ട്സ് കീപ്പ് ചെയ്യാൻ അല്ലെ ടോപ്പിക് ബെറ്റർ ആയിട്ട് കീപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. The information in an outline is presented in a logical sequence. So information in an outline is presented in a logical sequence. സോ എന്ത് ചെയ്യണം, നമ്മൾ അല്ലെ ലോജിക്കൽ സീക്വൻസ് ആയിട്ട് കാര്യങ്ങൾ അല്ലെ പോയിന്റ്സിനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. The main or most important idea is given first and the relevant details or the relatively less important ideas are given below that. So main points should be included in the first place and then after that you just arrange the subsequent part of the topic എന്നുള്ളതാണ് according to the relevance of the importance of the points എന്നുള്ളതാണ്. To indicate the comparative importance of ideas, numbers or letters are used. നമുക്കെന്ത് ചെയ്യാം, ആ ഒരു ഐഡിയാസിന്റെ ഇമ്പോർട്ടൻസിനനുസരിച്ചല്ലേ നമ്പേഴ്സോ ലെറ്റേഴ്സോ ഉപയോഗിക്കാം. അല്ലെ മെയിൻ ഐഡിയാസിന് എന്ത് ചെയ്യാം, മെയിൻ ലെറ്റേഴ്സ് കൊടുക്കാം അല്ലെ 1 2 3 എന്നൊക്കെ. സോ അതിന് വരുന്ന അല്ലെ സബ് പോയിന്റ്സ് ആണെങ്കിൽ 1 അല്ലെ 1 എന്ന് കൊടുക്കാം, 1 2 എന്നിട്ട് എന്ത് ചെയ്യാം 1 3 അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ABCD ഒക്കെ കൊടുക്കാം. The division may be shown in any of the following ways. എന്ത് ചെയ്യാം, ഇനി താഴെ പറയുന്ന രീതിയിൽ നമുക്കത് ഡിവൈഡ് ചെയ്യാം.
അതൊക്കെയാണ് മെയിൻ സെക്ഷൻസ് ഓർ ഐഡിയാസ്. മെയിൻ പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? 1, 2, 3 അല്ലെ എറ്റ്സെട്ര, അല്ലെങ്കിലോ റോമൻ നമ്പേഴ്സ് കൊടുക്കാം. 1, 2, 3 എന്നുള്ളത് അല്ലെ. നെക്സ്റ്റ് നോക്കിയേ, സബ് സെക്ഷൻസ് ഓർ സപ്പോർട്ടിംഗ് ഐഡിയാസ്. അതാണെങ്കിലോ സ്മോൾ ലെറ്റർ എ ബി സി അല്ലെ, ഓർ വി ക്യാൻ യൂസ് ആസ് വി സേ അല്ലെ, ഒന്നിന്റെ കീഴിൽ വരുന്നതാണെങ്കിൽ അല്ലെ, നമ്പർ 1 എന്നുള്ളതിന്റെ കീഴിലാണെങ്കിൽ അല്ലെ സബ് പോയിന്റ്സിന് നമുക്ക് 1, 1 അല്ലെ, 1, 2, 1, 3 എന്ന് കൊടുക്കാം. ഇനി ഫോർത്ത് പോയിന്റ്സ് ഓഫ് സപ്പോർട്ടിംഗ് ഐഡിയാസ് ആണെങ്കിലോ സ്മോൾ അല്ലെ റോമൻ നമ്പേഴ്സ് കൊടുക്കാം, 1, 2, 3 എന്നുള്ളത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ 1, 1, 1, 1, 1, 2 അല്ലെ 1, 1, 3 എന്നുള്ളത്. ഇനി എന്ത് ചെയ്യാം? അടുത്ത പേജിൽ അല്ലെ പേജ് നമ്പർ 97 ഒരു ട്രാക്ക് അല്ലെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാം? ലിസൺ ടു ദി അല്ലെ ട്രാക്ക് പ്രൊവൈഡഡ് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും അല്ല എന്ത് ചെയ്യണ്ടേ, ഒരു അല്ലെ ടാസ്ക് കൊടുത്തിട്ട് അതും അല്ലെ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ നോക്കിയിട്ട് ചെയ്തോളാം. നെക്സ്റ്റ് പേജ് അല്ലെ പേജ് നമ്പർ 98 ഒന്നുണ്ട്, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. സോ ഇതൊക്കെയും ഫിൽ ചെയ്തിരിക്കണം ടെക്സ്റ്റിൽ. വെറുതെ അല്ല ടെക്സ്റ്റ് വാങ്ങിയിട്ട് അത് വേസ്റ്റ് ആക്കരുത്. സോ ജസ്റ്റ് അല്ല ഫിൽ ഇൻ ഓൾ ദി ഡീറ്റെയിൽസ് അല്ലെ അക്കോർഡിംഗ് ടു ദി റിക്വയർമെന്റ് ഓഫ് ദി പർട്ടിക്കുലർ ടാസ്ക്, അക്കോർഡിംഗ് ടു ദ റിക്വയർമെന്റ് ഓഫ് ദി പർട്ടിക്കുലർ എക്സസൈസ് ദേ ഹാവ് ഗിവൺ. സോ അതൊക്കെയും ചെയ്യാന്നുള്ളതാണ്. So that is all for today, and we will meet again with a new topic. That is Unit 16, listening to speeches. Okay, we will deal with that chapter in the next class.